ശ്രീ ഷൈജു ഇവിടെ സൂചിപ്പിച്ചു, രാജ്യത്തെ വികസിത ഭാരതമാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന നരേന്ദ്രമോദിയുടെ പാത പിന്തുടർന്നുകൊണ്ട് വികസിത കേരളം എന്നുള്ള വലിയൊരു മുദ്രാവാക്യമാണ് ബിജെപി കേരളത്തിൽ ഉയർത്തിയിരിക്കുന്നത്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വികസിത കേരളത്തിന്റെ തദ്ദേശീയ ആവിഷ്കാരമാണ് ഭാരതീയ ജനതാ പാർട്ടി ലക്ഷ്യം വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കൊച്ചി കോർപ്പറേഷനിൽ മത്സരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി വികസിത കൊച്ചി എന്നുള്ള സ്വപ്നവുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ആ വികസിത കൊച്ചി എന്ന് പ്രഖ്യാപിക്കാനുള്ള ധാർമ്മിക അധികാരം ഇന്ന് ഈ കൊച്ചിയിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കുണ്ടെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടി ബിജെപി മാത്രമാണ്, എൻഡിഎ മാത്രമാണ് എന്ന് ശ്രീ ഷൈജു ഇവിടെ അവതരിപ്പിച്ച ഈ നാട്ടിൽ നടപ്പാക്കിയ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ കൊച്ചിയിൽ നടപ്പാക്കിയതിനേക്കാൾ പദ്ധതികൾ മുമ്പ് ഉമ്മൻചാണ്ടി ഭരിച്ച സമയത്ത് വി.ഡി. സതീശൻ കേരളത്തിലെ യു.ഡി.എഫിന്റെ നേതാവായിരുന്ന് ഉമ്മൻചാണ്ടി ഭരിക്കുന്ന കാലഘട്ടത്തിൽ കൊച്ചിയിൽ നടപ്പാക്കിയതിനേക്കാൾ പദ്ധതികൾ നരേന്ദ്രമോദിക്ക് ഡൽഹിയിൽ ഇരുന്നു കൊണ്ട് കൊച്ചിയിൽ നടപ്പാക്കാൻ സാധിച്ചു എന്നതാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് അഭിമാനത്തോടെ ഇവിടത്തെ ജനപ്രതിനിധികളായിട്ട് പാർട്ടിയുടെ അംഗങ്ങളെ, പാർട്ടിയുടെ നേതാക്കന്മാരെ എല്ലാ വാർഡുകളിലും നിശ്ചയിക്കാൻ ധൈര്യം പകരുന്നത് അതുതന്നെയാണ്. ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി ഇന്ത്യയുടെ രാഷ്ട്രീയത്തിന്റെ രൂപം മാറ്റിയിരിക്കുകയാണ്. മുമ്പ് നരേന്ദ്രമോദി ഗുജറാത്ത് ഭരിച്ചിരുന്ന് ഗുജറാത്തിൽ നിന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിലേക്ക് വന്നപ്പോൾ ഈ രാജ്യം മുഴുവൻ ചർച്ച ചെയ്ത് ഗുജറാത്ത് മോഡലിനെ കുറിച്ചാണ്. ഇന്ന് ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 10 വർഷം പിന്നിട്ട കേന്ദ്ര സർക്കാർ വന്നു കഴിഞ്ഞപ്പോൾ ഈ രാജ്യത്തുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സംസ്ഥാനങ്ങളും ചർച്ച ചെയ്യുന്നത് വികസിത ഇന്ത്യക്ക് അനുഗുണമായിട്ട് സ്വന്തം സംസ്ഥാനത്തെ മാറ്റിയെടുക്കാനാണ്. ബിജെപി 1951 ആരംഭിച്ച് ജനസംഘത്തിലൂടെ ആരംഭിച്ച് 2025 ആകുമ്പോൾ 75 വർഷം പിന്നിട്ട ഭാരതീയ ജനതാ പാർട്ടി ഒരു സംഘടനാ കരുത്തുകൊണ്ട് അദ്വിതീയമാണ്. അതോടൊപ്പം തന്നെ ആദർശം കൊണ്ട് അദ്വിതീയമാണ്. അതുപോലെ തന്നെ പ്രവർത്തന മികവ് കൊണ്ട് എല്ലാവർക്കും അസൂയ ഉളവാക്കുന്ന പ്രവർത്തന മികവും ഈ രാജ്യത്ത് കാണിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഭാരതീയ ജനതാ പാർട്ടി ഈ രാജ്യത്ത് ഒരു പുതിയ രാഷ്ട്രീയ സംസ്കാരമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ആ രാഷ്ട്രീയ സംസ്കാരം വികസനോന്മുഖമായിട്ടുള്ള രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയ സംസ്കാരം ഏറ്റവും അനിവാര്യമായിട്ടുള്ളത് കേരളത്തിലാണ്. കഴിഞ്ഞ 70 വർഷമായിട്ട് ഇടതും വലതും മാറി മാറി ഭരിച്ച് സമ്പൂർണമായിട്ടും തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്ന കേരളത്തിന്റെ ആ ദുരന്ത അവസ്ഥയിലാണ് നമ്മളിന്ന് നിൽക്കുന്നത്. കേരളത്തിന്റെ ഏറ്റവും മഹത്വമായിട്ടുള്ള കാര്യമായിട്ട് നമ്മളെല്ലാം അഭിമാനത്തോട് ഉയർത്തിയിരുന്നത് ആരോഗ്യ മേഖലയും വിദ്യാഭ്യാസ മേഖലയും സഹകരണ മേഖലയുമാണ്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് പിണറായി വിജയൻ കേരളത്തിൽ നൽകിയ ഏറ്റവും വലിയ ഒരു അപമാനകരമായിട്ടുള്ള അവസ്ഥ എന്ന് പറയുന്നത് ഈ കേരളത്തിന് അതുവരെ ഉയർത്തിപ്പിടിക്കാൻ കഴിഞ്ഞ വിദ്യാഭ്യാസ മേഖലയെ തകർത്തു, ആരോഗ്യ മേഖലയെ സമ്പൂർണമായിട്ടും തകർത്തു. അതുപോലെ തന്നെ കേരളത്തിന്റെ അഭിമാനമായിരുന്ന സഹകരണ മേഖലയെ മനുഷ്യൻ കയറി ചെല്ലാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അധപ്പതിപ്പിച്ചു. അതോടുകൂടി കേരളത്തിൽ അഭിമാനത്തോടുകൂടി ഉയർത്തിയിരുന്ന സർവ്വ മേഖലയെയും നശിപ്പിച്ച ഒരു നാശവിത്തായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിണറായി വിജയൻ സർക്കാർ കേരളത്തിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഈ കേരളത്തിലെ ഖജനാവ് കട്ടുതിന്നും മതിയാകാതെ വന്ന ഇടതുപക്ഷ സർക്കാർ ഇന്ന് ഭഗവാന്റെ സ്വർണവും തിരുവാഭരണങ്ങളും കട്ടുതിന്നുന്ന അവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ബാസുവിനെ അറസ്റ്റ് ചെയ്തതിലൂടെ ശബരിമലയിലെ കൊള്ളയ്ക്ക് പിന്നിൽ പിണറായി വിജയന്റെ ഏറ്റവും അടുത്ത ആൾക്കാരും പിണറായി വിജയന് തന്നെ അതിന്റെ പിന്നിൽ പങ്കുണ്ടോ എന്ന് സംശയം വന്നിരിക്കുകയാണ്. ആ രീതിയിലേക്ക് കൊള്ള നടത്തുന്ന ഒരു സർക്കാരായിട്ട് പിണറായി വിജയൻ സർക്കാർ മാറി. ഇവിടെ നമുക്ക് കാണേണ്ടത് ഈ കൊച്ചിയിൽ ഭാരതീയ ജനതാ പാർട്ടി മത്സരിക്കുന്നത് വികസനം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ്. കൊച്ചിയുടെ വികസനമാണ് ഞങ്ങളുടെ ലക്ഷ്യം. ആ കൊച്ചിയുടെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നേരത്തെ ശ്രീ ഷൈജു വിട്ടുപോയിട്ടുള്ളൊരു കാര്യമുണ്ട്. കഴിഞ്ഞ 8-ാം തീയതി വന്ദേ ഭാരത് എറണാകുളത്ത് നിന്ന് ബാംഗ്ലൂരിലേക്ക് ആരംഭിച്ചു. ഈ വന്ദേ ഭാരത് കൊച്ചിയിൽ ആരംഭിക്കുന്നത് അന്ന് പലരും പല അവകാശവാദങ്ങളും ഉന്നയിച്ചുവെങ്കിലും എനിക്കും ഷൈജുവിനും ഇവിടെ ഇരിക്കുന്ന ബിജെപിയുടെയും എൻഡിയുടെയും നേതാക്കന്മാർക്ക് അഭിമാനത്തോട് പറയാൻ സാധിക്കുക, ശ്രീ രാജീവ് ചന്ദ്രശേഖർ, ഇവിടത്തെ ഞങ്ങളുടെ കൌൺസിലർമാർ,
ബിജെപിയുടെ കൊച്ചിയിലെ കൌൺസിലർമാർ ഉൾപ്പെടെയുള്ളവർ ശ്രീ രാജീവ് ചന്ദ്രശേഖറിന് നൽകിയ മെമ്മോറണ്ടത്തിന്റെ അടിസ്ഥാനത്തിലാണ് 3 ആഴ്ചകൾക്ക് മുമ്പ് അശ്വനി വൈഷ്ണവിന് അത് നൽകുകയും അശ്വനി വൈഷ്ണവ് വിളിച്ച വീഡിയോ കോൺഫറൻസിൽ ബിജെപിയുടെ സംസ്ഥാന നേതാക്കന്മാരോടൊപ്പം എറണാകുളം ജില്ലാ പ്രസിഡന്റ് ഷൈജുവും തൃശൂർ ജില്ലാ പ്രസിഡന്റും പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ അശ്വനി വൈഷ്ണവ് വിളിച്ച വീഡിയോ കോൺഫറൻസിൽ പങ്കെടുത്തു. ആ പങ്കെടുത്ത യോഗത്തിൽ വെച്ചിട്ടാണ് അശ്വനി വൈഷ്ണവ് എറണാകുളം മുതൽ ബാംഗ്ലൂർ വരെയുള്ള വന്ദേ ഭാരത് പ്രഖ്യാപിച്ചത് എന്നത് ഈ കൊച്ചി നഗരത്തോട് പറയുന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ആ രീതിയിൽ ചടുലമായിട്ടുള്ള ഭരണനിർവഹണം നടക്കുന്ന ഒരു കേന്ദ്ര സർക്കാരാണ് നമുക്കുള്ളത്. കൊച്ചിയുടെ ആവശ്യം എന്താണ് എന്ന് കേന്ദ്ര സർക്കാരിനോട് പറഞ്ഞാൽ ചടുലമായിട്ട് അത് നടപ്പാക്കാൻ സാധിക്കുന്ന ഒരു സംവിധാനം ഇന്ന് ബിജെപി കേരളയ്ക്കുണ്ട്. അതോടൊപ്പം തന്നെ എറണാകുളം ജില്ലാ കമ്മിറ്റിക്കുണ്ട്. അതുപോലെ തന്നെ അതിന് സഹായകരമായിട്ടുള്ള നിലപാട് കേന്ദ്ര സർക്കാരും എടുക്കുന്നു. ഞാൻ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു, കുറച്ച് അഭിമാനത്തോട് തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു. ശ്രീ പിണറായി വിജയൻ കേരളത്തിൽ ചെയ്യുന്നതിനേക്കാൾ വലിയ കാര്യങ്ങൾ കേരളത്തിന് വേണ്ടി ചെയ്യാൻ ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് വിചാരിച്ചാൽ സാധിക്കുന്ന രീതിയിലേക്ക് കേരളത്തിൽ ബിജെപി നേതൃത്വം നൽകുന്ന വികസിത കേരളത്തിന്റെ മുന്നേറ്റം മാറിക്കഴിഞ്ഞിരിക്കുന്നു. ശ്രീ വി ഡി സതീശന് സ്വപ്നം കാണാൻ കഴിയുന്നതിനേക്കാൾ വലിയ കാര്യങ്ങൾ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷനും ജില്ലാ അധ്യക്ഷന്മാർക്കും ഈ കേരളത്തിൽ ചെയ്യാൻ സാധിക്കുമെന്നുള്ള അവസ്ഥയിലേക്ക് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനം കേരളത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ആ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾ പറയുന്നത്, ഇനി കേരളത്തെ വികസിപ്പിക്കാൻ, കേരളത്തിലെ യുവാക്കളുടെ ഭാവി ഭദ്രമാക്കാൻ, കേരളത്തിലെ കുട്ടികളുടെ ഭാവി ഭദ്രമാക്കാൻ, കേരളത്തിന്റെ അടിസ്ഥാന വികസന രംഗങ്ങളിൽ മികവുണ്ടാക്കാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രമേ സാധിക്കൂ. അത് കൊച്ചിയുടെ കാര്യത്തിലും അതുതന്നെയാണ് ഞങ്ങൾ നൽകുന്ന ഉറപ്പ്. ഞങ്ങളുടെ ഉറപ്പ് വികസിത കൊച്ചിയാണ്. ഇന്ന് നമ്മൾ അറബിക്കടലിന്റെ റാണി എന്നാണ് കൊച്ചിയെ പറയുന്നത്. അറബിക്കടലിന്റെ റാണിയായിട്ടുള്ള കൊച്ചിയെ രാജ്യത്തിന്റെ റാണിയാക്കി മാറ്റുവാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് സാധിക്കും. അങ്ങനെ അറബിക്കടലിന്റെ റാണിയെ രാജ്യത്തിന്റെ റാണിയാക്കുക എന്നുള്ള വലിയ ദൌത്യമാണ് ഇന്ന് ഇവിടെ നിന്ന് നമ്മുടെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങുന്ന പാർട്ടിയുടെ സ്ഥാനാർത്ഥിമാരും അടുത്ത ദിവസങ്ങളിൽ പ്രഖ്യാപിക്കുന്ന പാർട്ടിയുടെ സ്ഥാനാർത്ഥിമാരും ആ ദൌത്യവുമായിട്ടാണ് കൊച്ചി നഗരത്തിൽ പ്രവർത്തിക്കുക. അതിന് ഈ നാടിന്റെ പൂർണ്ണമായിട്ടുള്ള പിന്തുണയുണ്ടാകണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി അഭ്യർത്ഥിക്കുകയാണ്. ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് കേവലം രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയല്ല. ഞങ്ങൾ ക്രിയാത്മകമായിട്ടുള്ള, പോസിറ്റീവായ, ഭാവാത്മകമായിട്ടുള്ള ഒരു രാഷ്ട്രീയമാണ് കേരളത്തിൽ ഇന്ന് പുലർത്തുന്നത്, പ്രഖ്യാപിക്കുന്നത്. അതിന്റെ പ്രചാരകന്മാരാണ് ഞങ്ങൾ, അതിന്റെ പ്രവാചകന്മാരാണ് ഞങ്ങൾ, അതിന്റെ പ്രയോക്താക്കളാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ വികസന രാഷ്ട്രീയത്തെ എല്ലാ രാഷ്ട്രീയ ഭേദങ്ങൾക്കും അപ്പുറത്ത്, എല്ലാ ജാതി മത വിചാരങ്ങൾക്കും അപ്പുറത്ത് സർവ്വജനങ്ങളും ഒരുമിച്ച് ചേർന്ന് വികസിത കൊച്ചിക്ക് വേണ്ടിയുള്ള, വികസിത കേരളത്തിന് വേണ്ടിയുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ ഉദ്യമങ്ങൾക്ക് പിന്തുണ നൽകേണ്ടതുണ്ട്. അതാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. രാഷ്ട്രീയത്തിനപ്പുറത്ത് നമ്മുടെ നാട് നന്നാകാൻ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി നന്നാകാൻ വേണ്ടിയുള്ള പരിശ്രമം നമ്മൾ നടത്തണം. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് സുഹൃത്തുക്കൾ ഇന്ന് ബിജെപിക്ക് വോട്ട് ചെയ്യാൻ തയ്യാറാണ്. കോൺഗ്രസ് സുഹൃത്തുക്കൾ ഇന്ന് ബിജെപിക്ക് വോട്ട് ചെയ്യാൻ തയ്യാറാണ്. അവരോട് ഞങ്ങൾ പറയുന്നത്, നിങ്ങൾ പിണറായി വിജയന്റെ ഭാവിയെക്കുറിച്ചാണ് നിങ്ങൾക്ക് ഉത്കണ്ഠയെങ്കിൽ നിങ്ങൾക്ക് അരിവാളിൽ വോട്ട് ചെയ്യാം. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെക്കുറിച്ചാണ് നിങ്ങൾക്ക് ഉത്കണ്ഠയെങ്കിൽ നിങ്ങൾ അരിവാളിൽ വോട്ട് ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് സോണിയാഗാന്ധിയുടെ ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠയുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൈപ്പത്തിയിൽ വോട്ട് ചെയ്യാം. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയാണ് വലുതെങ്കിൽ നിങ്ങൾക്ക് കൈപ്പത്തിയിൽ വോട്ട് ചെയ്തിട്ടും കാര്യമില്ല. നിങ്ങൾ നിങ്ങളുടെ കുട്ടിയുടെ ഭാവിയും നിങ്ങളുടെ നാടിന്റെ ഭാവിയുമാണ് വലുതായിട്ട് കാണുന്നതെങ്കിൽ ഈ നാടിന് വോട്ട് ചെയ്യാൻ സാധിക്കുന്ന ഏക ചിഹ്നം അത് നരേന്ദ്രമോദിയുടെ താമരയാണ്, ബിജെപിയുടെ താമര ചിഹ്നമാണ്. NDA എന്ന് പറയുന്ന മുന്നണിക്ക് മാത്രമേ അത് ഉറപ്പാക്കാൻ സാധിക്കൂ എന്ന തീർച്ചും ബോധ്യപ്പെട്ട ഒരു ചരിത്ര സത്യം ഈ കൊച്ചി നഗരത്തിന്റെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ അഭിമാനത്തോടെ, സന്തോഷത്തോടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ജനനേതാക്കന്മാരെ ഈ കൊച്ചി കോർപ്പറേഷനിൽ 76 ഡിവിഷനുകളിൽ 30 ഡിവിഷനുകളിലെ ജനനേതാക്കന്മാരെ ഞാനിവിടെ പ്രഖ്യാപിക്കുകയാണ്. അതിന് എല്ലാവരുടെയും, അതോടൊപ്പം തന്നെ 4 ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ സ്ഥാനാർത്ഥികളെയും ഇതിനോടൊപ്പം പ്രഖ്യാപിക്കുന്നു. എല്ലാവരും ഈ കൊച്ചി നഗരം മുഴുവൻ ഭാരതീയ ജനതാ പാർട്ടിയെ വിജയിപ്പിച്ച് കൊച്ചി നഗരത്തിന്റെ മേയർ താമര ചിഹ്നത്തിൽ ജയിക്കുന്ന വികസനത്തിന്റെ നായകനെ
ഈ കൊച്ചി നഗരത്തിന്റെ മേയറാക്കി തെരഞ്ഞെടുക്കുവാൻ എല്ലാവരുടെയും അനുഗ്രഹവും പിന്തുണയും ഉണ്ടാകണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യം പ്രഖ്യാപിച്ചതിന് ശേഷം എല്ലാവരെയും ഷോളിട്ട് സ്വീകരിക്കുന്നതാണ്. ആ സമയത്ത് വിശദമായിട്ട് പരിചയപ്പെടുത്തും. ഡിവിഷൻ 2 കൽവത്തി ശ്രുതി SS. ഇവിടെ ഉള്ളവർ ഒന്ന് കൈ ഉയർത്തിയാൽ മതി. ഇവിടെ ഉള്ളവർ ഒന്ന് കൈ ഉയർത്തിയാൽ കാര്യം വരണമെന്നില്ല, കൈ ഉയർത്തിയാൽ മതി. കരിപ്പാലം ഡിവിഷൻ 4 കരിപ്പാലം അഡ്വക്കേറ്റ് ശ്രീനി S. ഡിവിഷൻ 5 ചെർളായി പ്രവിത ES. ഡിവിഷൻ 9 ഐലൻഡ് നോർത്ത് പത്മകുമാരി T. ഡിവിഷൻ 10 രവിപുരം CG രാജഗോപാൽ. ഡിവിഷൻ 13 കത്രിക്കടവ് പ്രീതിരാജ്. ഡിവിഷൻ 14 എറണാകുളം സെൻട്രൽ സുധാ ദിലീപ്. ഡിവിഷൻ 15 എറണാകുളം നോർത്ത് നവീൻ കമ്മത്ത്. ഡിവിഷൻ 18 തൃക്കണ്ണാർ വട്ടം ഡോക്ടർ ജലജ ആചാര്യ. ഡിവിഷൻ 25 വടുതല ഈസ്റ്റ് മനോജ് കുമാർ. ഡിവിഷൻ 26 എളമക്കര നോർത്ത് അഡ്വക്കേറ്റ് നിമിഷ MG. ഡിവിഷൻ 29 പോണേക്കര ദിവ്യ ജയപ്രകാശ്. ഡിവിഷൻ 30 ഇടപ്പള്ളി C നന്ദകുമാർ. ഡിവിഷൻ 33 പാലാരിവട്ടം രാജേന്ദ്രൻ KR. ഡിവിഷൻ 35 കാരണംകോടം അഡ്വക്കേറ്റ് മഞ്ജു ലഹിതൻ. ഡിവിഷൻ 38 വെണ്ണല MA രാജേഷ് കുമാർ. ഡിവിഷൻ 43 ഗിരിനഗർ അഡ്വക്കേറ്റ് TP സിന്ധുമോൾ. ഡിവിഷൻ 45 പൊന്നുരുന്നി ഈസ്റ്റ് സുനിത ഡിക്സൺ. ഡിവിഷൻ 46 വൈറ്റില സാക്കിൽ R. ഡിവിഷൻ 47 പുണിത്തുറ ജെയിംസ് മാത്യു. ഡിവിഷൻ 53 തേവര ലിഷ സന്തോഷ്. ഡിവിഷൻ 56 പള്ളുരുത്തി ഈസ്റ്റ് സലീല അശോകൻ. ഡിവിഷൻ 59 ഇടക്കൊച്ചി സൗത്ത് ജസ്ന പീറ്റർ. ഡിവിഷൻ 60 പെരുമ്പടപ്പ് രചന രാജു. ഡിവിഷൻ 61 കോണം NP മധുസൂദനൻ. ഡിവിഷൻ 63 നമ്പ്യാപുരം രഞ്ജിനി. ഡിവിഷൻ 65 പുല്ലാർദേശം അപർണ. ഡിവിഷൻ 66 തറേഭാഗം മിനി CM. ഡിവിഷൻ 71 മൂലങ്കുഴി ജൂഡ് ഗോഡ്വിൻ റോഷൻ. ഡിവിഷൻ 75 അമരാവതി അഡ്വക്കേറ്റ് പ്രിയ പ്രശാന്ത്. ബഹുമാനപ്പെട്ട കൊച്ചി നഗരത്തിന്റെ മുമ്പിൽ ഞങ്ങൾ അഭിമാനപൂർവ്വം ഈ 30 സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കുകയാണ് NDAയുടെ സ്ഥാനാർത്ഥികളായി. ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾ ഡിവിഷൻ 16 കുമ്പളങ്ങി NS സുമേഷ്. ഡിവിഷൻ 15 ഉദയംപേരൂർ സൗഷ ലാലു. ഡിവിഷൻ 27 വൈപ്പിൻ അഡ്വക്കേറ്റ് MN വേദരാജൻ. ഡിവിഷൻ 1 ചെറായി BV അനിൽ. പാർട്ടിയുടെ 3 സംഘടനാ ജില്ലകളാണ് എറണാകുളത്തുണ്ടുള്ളത്. ഈ എറണാകുളം സിറ്റി ജില്ലയിൽ വരുന്ന ജില്ലാ ഡിവിഷനുകളാണ് ഇവിടെ പ്രഖ്യാപിച്ചത്. മറ്റു ജില്ലാ ഡിവിഷനുകൾ ഈസ്റ്റ് ജില്ലയും നോർത്ത് ജില്ലയും പ്രഖ്യാപിക്കും. അതോടൊപ്പം ഇപ്പോ BJPയുടെ സ്ഥാനാർത്ഥികളാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചത്. അതോടൊപ്പം നാഷണലിസ്റ്റ് കേരള കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥി, കോർപ്പറേഷൻ ഡിവിഷനിൽ ഒരു സ്ഥാനാർത്ഥിയെ അധ്യക്ഷൻ പ്രഖ്യാപിക്കുകയാണ്. നാഷണലിസ്റ്റ് കേരള കോൺഗ്രസ് പാർട്ടിയുടെ പേരിൽ
കൊച്ചി നഗരസഭയിലേക്ക് പച്ചാളം ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന എൻ രാധാകൃഷ്ണൻ അദ്ദേഹം ഇവിടെയുണ്ട്. അദ്ദേഹത്തെ വളരെ സന്തോഷപൂർവ്വം പരിചയപ്പെടുത്തുന്നു. മറ്റ് ഡിവിഷനുകളിലെ സ്ഥാനാർത്ഥികളെ പിന്നീട് പ്രഖ്യാപിക്കുന്നു. ഇവിടെ ഇന്ന് നമ്മുടെ ഘടകകക്ഷിയായിട്ടുള്ള NPP നാഷണൽ പീപ്പിൾസ് പാർട്ടി, ആ പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ നമ്മുടെ സ്ഥാനാർത്ഥിയാണ്. കൊച്ചി കോർപ്പറേഷൻ 62-ാം ഡിവിഷൻ പള്ളുരുത്തി കച്ചേരിപ്പേട്ട് ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്നു. ബഹുമാനായിട്ടുള്ള ജോഷി കൈതവളപ്പിൽ. അദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സെന്റ് റീത്ത സ്കൂളിലെ ഒരു വിഭാഗം മതമൗലികവാദികൾ ആ സ്കൂളിന്റെ സാമൂഹ്യ അന്തരീക്ഷം തകർക്കാൻ വേണ്ടി കച്ചകെട്ടിറങ്ങിയപ്പോ അതിനെതിരെ അവിടുത്തെ അധ്യാപകരെയും രക്ഷാകർത്താക്കളെയും നോൺ ടീച്ചേഴ്സിനെയും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയ പോരാട്ടങ്ങൾ നടത്തിയിട്ടുള്ള അദ്ദേഹത്തെ എല്ലാവർക്കും വേണ്ടി എല്ലാവരുടെയും അനുവാദത്തോടുകൂടി NDAയുടെ ജില്ലാ ചെയർമാൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തെ പ്രഖ്യാപിക്കുന്നു. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. ജോഷി കൈതവളപ്പിലെ സെന്റ് സ്കൂളിലെ PTA പ്രസിഡന്റാണ്. നിരവധി സാമൂഹിക സാംസ്കാരിക മേഖലയിൽ അദ്ദേഹം പ്രവർത്തിക്കുന്നു. അതോടൊപ്പം ഹലോ, കൊച്ചി നഗരസഭയുടെ 2025 ആണ്ടിലെ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വെക്കുന്ന വികസിത കൊച്ചി എന്ന മുദ്രാവാക്യം ഏറ്റെടുത്തുകൊണ്ട് കൊച്ചിയെ വികസനത്തിലേക്ക് നയിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികളും അവർ മുന്നോട്ട് വരണം. നമ്മളുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അവരെ ആദരിക്കുകയാണ്. ആദ്യമായി കൽവത്തി ഡിവിഷനിൽ നിന്നും ശ്രുതി SS. ശ്രുതി ഒരു ജനസേവകയാണ്. അവർ അവിടെ CSS എന്ന ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടുവരികയാണ്. കഴിഞ്ഞ 10 വർഷമായി ജനങ്ങളെ സേവിച്ചുകൊണ്ടിരിക്കുന്ന നല്ലൊരു പൊതുപ്രവർത്തകയാണ്. കഴിഞ്ഞ വർഷം കൊച്ചി നഗരസഭയിൽ BJP 2ാം സ്ഥാനത്തെത്തിയ കരിപ്പാലം ഡിവിഷനിൽ ഇനി കൊച്ചി നമ്മളുടെ BJPയെ നയിക്കാൻ പോകുന്നത് അഡ്വക്കേറ്റ് ശ്രീനി S ആണ്. ശ്രീനി പ്രാക്ടീസിംഗ് ലോയർ ആണ്. കഴിഞ്ഞ 10 വർഷമായി നിയമരംഗത്ത് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വക്കീലും കൂടിയാണ്. കൊച്ചി നഗരസഭയിൽ കഴിഞ്ഞ 37 വർഷമായി BJP ഭരിക്കുന്ന ചെള്ളായി ഡിവിഷൻ, നമുക്കറിയാം വളരെ വലിയ വികസന പ്രവർത്തനങ്ങൾ നടത്തിയ ചെള്ളായി ഡിവിഷനിൽ ഈ പ്രാവശ്യം BJP ഒരു പുതിയ മുഖത്തെയാണ് അവതരിപ്പിക്കുന്നത്. പ്രവിത ES എഞ്ചിനീയർ ആണ്. ഇപ്പോ LIC ഏജന്റായിട്ട് പ്രവർത്തിക്കുന്നു. പ്രവിതയും മുന്നോട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. ഒൻപതാം ഡിവിഷൻ ഐലൻഡ് നോർത്ത് കഴിഞ്ഞ പ്രാവശ്യം വിപ്ലവകരമായ വാർത്തകൾ സൃഷ്ടിച്ച BJP അവതരിപ്പിക്കുന്ന യുവനിരയില് ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഒരു യുവതയുടെ പ്രതീകമാണ് പൃഥ്വിരാജ്. LLB സ്റ്റുഡന്റ് ആണ്. പൃഥ്വിരാജ് ഇന്ന് പാർട്ടിയുടെ IT സോഷ്യൽ മീഡിയ കൺവീനറും കൂടിയാണ്. പൃഥ്വിരാജിയെ കത്രിക്കടവ് ഡിവിഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ 3 ടേമായിട്ട് BJPയുടെ മുഖമായി നമ്മളുടെ എറണാകുളം സെൻട്രൽ കൌൺസിലറായി പ്രവർത്തിക്കുന്ന സുധാ ദിലീപ്